ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ കിച്ചണിലൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ അതുപോലെ കേടായൊക്കെ കളയുന്ന കുറച്ച് പാത്രങ്ങളും അതുപോലെ ഐറ്റംസൊക്കെ ഉണ്ടാകുമല്ലോ. അത് വെച്ച് സിമ്പിളായിട്ട് ഗാർഡനിലേക്ക് ഉണ്ടാക്കിയെടുത്ത കുറച്ച് പോട്ട്സുകളുടെ ഐഡിയാസുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു 5 ഐഡിയാസാണ്. അപ്പം ആദ്യം തന്നെ ഈ ഒരു ചിരട്ടപ്പുട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനെ കേടായി പോയതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജൂട്ടും ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജൂട്ട് കൊണ്ട് ഈ ഒരു പാത്രം ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. ഇപ്പോൾ ദാ ജൂട്ട് ഈ ഒരു പാത്രത്തുമ്മ ഫുള്ളായിട്ട് ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോട്ടിന് ഓൾറെഡി ഇങ്ങനെ അടിയിൽ ഹോളുള്ളത് കൊണ്ട് വേറൊരു ഹോളിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതിൽ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാനിതിൽ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്റ്റാൻഡുമാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് പഴയൊരു പലക ജസ്റ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഒരു സ്റ്റാൻഡ് രൂപത്തിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ പോട്ടി മിക്സൊക്കെ നിറച്ച് അതിൽ പ്ലാന്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർ ഗ്രാസ് ആണ് വെച്ച് കൊടുത്തത്. ചെറിയൊരു പോട്ടാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാന്റ് വെച്ച് കൊടുത്താൽ അതൊരു ക്യൂട്ടായി തോന്നുള്ളൂ. രണ്ടാമത്തെ ഒരു പോട്ടുണ്ടാക്കിയത് ഈ ഒരു മൺകലം ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ കണ്ട ഈ ഒരു സൈഡൊക്കെ പൊട്ടിപ്പോയതാണ്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വെറുതെ എടുക്കല്ലേന്ന് വെച്ചിട്ട് ഗാർഡനിലേക്ക് സിമ്പിളായിട്ടൊരു പോട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിന് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറ് ഇനാമൽ പെയിൻ്റാണ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ കുറച്ച് തിളക്കവും കിട്ടും, പെട്ടെന്ന് ആ പെയിൻറ്റ് അടർന്ന് പോകുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനാമൽ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ അതാ മൊത്തമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഉണങ്ങി കിട്ടാൻ, ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ദാ ആ ഒരു പോട്ട് പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ജസ്റ്റ് പ്ലാന്റ്സ് വെച്ച് കൊടുക്കലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാ ഞാനിവിടെ ഇതുപോലെ തന്നെ ഒരു ആ സ്റ്റാൻഡുമേ തന്നെ വെച്ചിട്ട് ഒരു പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് അതിൽ വെച്ച് കൊടുക്കലാണ് കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു മൺകലത്തിൽ നേരിട്ട് പോട്ടി മിക്സ് നിറച്ചിട്ട് നമുക്കതിലും പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ട് ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കുകയും ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്കിതൊരു പോട്ടാക്കി മാറ്റിയെടുക്കാം. അടുത്തൊരു പോട്ട് ഉണ്ടാക്കിയത് ഈയൊരു ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ചിക്കനൊക്കെ ചിക്കനോ ഫിഷ് എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഞാൻ അധികം ഇത് യൂസ് ചെയ്തില്ല, വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് വെറുതെ ഇരിക്കുന്നുണ്ടപ്പോൾ എന്തായാലും അതുകൊണ്ടൊരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ പോലെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഞാൻ ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്.
ഇപ്പം അതിന് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ജൂട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഹോട്ട് ഗ്ലൂ തന്നെ വെച്ചിട്ടാണ് ജൂട്ട് ചുറ്റിയെടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു പോട്ട് ഉണ്ടാക്കാൻ ഞാനിവിടെ ഇതുപോലെയുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ആവശ്യമില്ലാതെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഒന്ന് കളയാം. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജൂട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓൾറെഡി ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. ഗ്ലൂവിൻ്റെ ആവശ്യം ഫസ്റ്റ് ടൈമിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ബോട്ടിൽ ഫുള്ളായിട്ട് ജൂട്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ നാരുകളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗികേടായിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിന് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനിത്തിരി കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് പല പല അക്രിലിക് പെയിൻറ്റുകൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പെയിൻ്റ് അടിച്ചിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ആ ഒരു ഗ്രില്ലർ ഉണ്ടല്ലോ, അതും ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ കൊണ്ട് ഇട്ടിച്ചാൽ നല്ല രീതിയിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. പെട്ടെന്ന് അടർന്നു പോരൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ അത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു ബോട്ടിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൽ പ്ലാന്റ്സ് വെച്ചിട്ട് അത് ഹാങ് ചെയ്തിടാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനതൊരു ആണിമ ഇങ്ങനെ ഹാങ് ചെയ്തിടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മോൺസ്റ്ററയുടെ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു ജൂട്ടും ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അടുത്തൊരു പോട്ടുണ്ടാക്കിയത് ഇതുപോലെയുള്ളൊരു പഴയ അരിപ്പ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗമൊക്കെ ഇങ്ങനെ പൊട്ടിയതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, കളയാൻ വേണ്ടി വെച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന് ഞാൻ റെഡ് പെയിൻ്റ് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനാമൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെയുള്ളൊരു നെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു നെറ്റ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു നെറ്റ് ഇതിൻ്റെ ഈ ഒരു അരിപ്പയുടെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിന് കുറേ ഡോട്ടുകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ പോട്ടി മിക്സൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതാണ്
അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഷീറ്റില്ലെങ്കിലും പ്ലാസ്റ്റിക് കവർ മതിയെന്ന് പറഞ്ഞു കേട്ടാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ പോട്ടി മിക്സ് ചാണകപ്പൊടിയോ അതുപോലെ മണ്ണും മിക്സ് ചെയ്തതാണ്. ഇപ്പോൾ ഇതാ പോട്ടി മിക്സൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വളരെ സിമ്പിളാക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് പോട്ടുകളാണ് ഇതെല്ലാം. അധികം പൈസ ചിലവും ഇല്ല, പിന്നെ അധികം ടൈമും നമുക്ക് വരുന്നില്ല ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അടുത്ത പ്ലാന്റ് പോട്ട് ഉണ്ടാക്കിയത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് പാത്രം വെച്ചിട്ടാണ്. കേടായ ഒരു പ്ലാസ്റ്റിക് പാത്രമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയറെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം ഫുള്ളായിട്ട് കയറ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ കയറ് ചുറ്റാനും ഈ ഒരു ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ആ ഒരു പാത്രത്തുമ്പോൾ ഫുള്ളായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് സെറ്റ് ചെയ്യലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിതിലോട്ട് ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണത്. ഇപ്പം ഇതിന് പകരം ആ ഒരു പാത്രത്തിലോട്ട് നേരിട്ട് മണ്ണ് ഇട്ടിട്ട് അതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.